ഹലോ, ഞാൻ ആ ചെട്ടിൻകൊടി ഇപ്പം നിൽക്കുന്നത് ഒരു പാലത്തിൻ്റെ മേലെ കേട്ടോ. അമ്മേ ഇവട്ട് കൈവരിയില്ല വേണ്ട. ഒരു പഴയ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു പാലം പണിയുന്നുണ്ട്. ഇത് എവിടേക്കുള്ളത് സ്ഥലം എന്ന് വെച്ചാൽ ചെമ്പുവട്ടക്കാട് എന്ന് പറയട്ടാ. അതായത് അട്ടപ്പാടി തന്നെ ഉള്ളിലുള്ളൊരു ഊരാണ്. അവിടെ എത്രയൊരു വീടുകളാണുള്ളത്. എല്ലാം കൂടി ചേർന്നിട്ട് 16 വീടോ 30 വീടോ അങ്ങനെ എന്തോ ആണ് ഇട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും അതിനെ പറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം അങ്ങോട്ടൊന്ന് വെറുതെ പോയി നോക്കാൻ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പുഴപ്പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടി വേണം അങ്ങോട്ട് പോകാൻ. പാലത്തിൻ്റെ അറ്റം പൊളിഞ്ഞ് കിടക്കണം, അവിടെ ഇല്ല. അപ്പം ഈ പുഴയൊന്ന് കാണിച്ചു തരാം. പുഴ അപ്പുറത്ത് തീറ്റപ്പുല്ല്, ഒരു ഉങ്ങ് മരം, കുറേ തെങ്ങും തൊപ്പ് ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒക്കെ ആന ഇറങ്ങുന്ന സ്ഥലം കേട്ടോ. ആനേനെ കാണിച്ചതാന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ടെങ്കിലും ഈ നേരത്ത് ഇപ്പോൾ ഇവിടെ ഒന്നും ആനേനെ കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വേറെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ പാലം അങ്ങോട്ടില്ലാത്തതിനാൽ അപ്പുറത്തുള്ള വീട്ടുകാർ, അതായത് ചെമ്പുവട്ടക്കാട് നമ്മൾ പറഞ്ഞല്ലോ, അവർ പോണ വഴി കാണിച്ചു തരാം. അതായത് വേനൽക്കാലത്തെ അത് കൂടി പോകാൻ പറ്റുള്ളൂ, വണ്ടിയൊക്കെ പോവുകയാണെങ്കിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് വണ്ടി പോകണമെങ്കിൽ അത് കൂടി കഴിയില്ല. ഇപ്പോൾ പറ്റും, ഇപ്പോൾ ഈ നിമിഷത്തിൽ പറ്റും, അല്ലാത്തപ്പോൾ ഈ പുഴ നിറഞ്ഞാലൊന്നും പറ്റില്ല. അപ്പോൾ ആ വഴിയൊന്ന് കാണിച്ചു തരാം കേട്ടോ. തീറ്റപ്പുല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. അപ്പോൾ ഇത് ഫെൻസിങ് ഒക്കെ ഇട്ടിരിക്കണുണ്ടോ. അപ്പോൾ ആന ഇവിടെ വരുന്ന സ്ഥലമായത് കൊണ്ടാണ് ഫെൻസിങ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ പുഴയിലൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടാവും. ഇപ്പം നമ്മൾ നിന്ന പാലം അത് കണ്ടോ. അവിടെ ആരോ അപ്പുറത്ത് ഞാൻ പറഞ്ഞ താമസിക്കുന്നിടത്തുള്ള ആരോ വണ്ടിയൊക്കെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടി ഞാൻ ദൂരെ പോന്നിട്ട് അങ്ങോട്ട് പോയത് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിട്ട് പുഴയിൽ കൂടി ഇറങ്ങി നടക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ വേനൽക്കാലത്തെ റോഡ്. ഇപ്പോഴും പോവും. ഇപ്പോൾ കുറച്ച് വെള്ളമായത് കൊണ്ട് ഇപ്പോഴും പോകും കേട്ടോ. അല്ലാത്തപ്പോൾ അവരെങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് നമുക്ക് അറിയില്ല. എങ്കിലും നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണിക്കാം. ഓ, ചാലിക്കൂടി പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഏത് കൂടിയാണോ പറ്റുന്നത് അത് കൂടി ചാടിക്കോ. അവിടെ പണി നടക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഈ പാറപ്പൊടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് അടിഞ്ഞു കൂടിയിട്ട് കാണുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പുഴയിൽ കൂടി ഇപ്പം വന്ന് പുഴയിൽ കൂടിയൊക്കെ നടന്ന് ശീലമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പോകാനൊന്നും അറിയില്ലല്ലോ. കാലം എന്തായാലും നനയ്ക്കണം. തണുത്തോളം തണുത്തോളം നല്ല തണുത്തോളം. വൈകുന്നേരമായില്ലേ, അതുകൊണ്ടാണ് ഇത്ര തണുപ്പ് വെള്ളത്തിന്. കാലൊക്കെ നനച്ചു. ഇങ്ങനെ പോയി നോക്കട്ടെ കേട്ടോ. പുഴ കടന്ന് വണ്ടി പോണ റോട്ടിലേക്ക് കയറിയിരിക്കണം. ഇതാണ് റോഡ് കേട്ടോ, ഉരുളം കല്ലൊക്കെ ആയിട്ട് അതിൽ കൂടിയാണ് വണ്ടി പോണത്. സ്കൂട്ടിയൊക്കെ അതിൽ കൂടി എങ്ങനെയൊക്കെയോ കടത്തി കൊണ്ടുപോകാറുണ്ട്. വണ്ടി പോയതിൻ്റെ അടയാളമൊക്കെ കാണുന്നു. അങ്ങോട്ട് കാട്ടിക്കൊരു വഴിയൊക്കെ കാണണ്ടേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും വഴി കണ്ട ആ വഴി കൂടി പോയി നോക്കിയാൽ എന്താണെന്നൊക്കെ തോന്നും. പക്ഷേ അത് അപകടമാണ്. ഇവിടെ ഞങ്ങൾക്ക് പോയി നോക്കാൻ പറ്റൂല. ഇപ്പം നമ്മൾ അപ്പുറത്ത് കൂടി വന്നിട്ട് നമ്മൾ നിന്ന പാലത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇതേണ്ട, ഇത് ആ പാലത്തിലാണ് നമ്മൾ നിന്നത്. റോഡ് ഉണ്ടോ ഉണ്ട്, ചെറുതാണ്. ഓട്ടോ ഒന്നും കിടക്കില്ല, സ്കൂട്ടി മാത്രമേ അത് കൂടി കിടക്കുള്ളൂ കേട്ടോ. ലോറി കുറച്ച് വലിയ വണ്ടിയൊക്കെ വന്നിരുന്നതാണ്. നമ്മൾ പുഴയിൽ കൂടി ഇറങ്ങി വന്നത്. ഇപ്പം ഞാനൊരു പാലത്തിൻ്റെ ചോട്ടിൽ കൂടി അച്ഛൻ കൂടി ഇങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അതാണ് പുതിയ പാലം ഉണ്ടാക്കുന്നത്. ആ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങോട്ട് വരാൻ സൂപ്പറായിരിക്കും. ഈ പാലം ഇതൊരു ഉന്നതിക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പോൾ ഒരു പുഴ കടന്നു. ഇതൊക്കെ ഒറ്റ പുഴ തന്നെ ആയിരിക്കും. അല്ല അല്ലേ, 2 പുഴയാണ്. 2 പുഴയാണ്. അത് അപ്പുറത്ത് ഒരു പുഴ 2ആയിട്ട് വിഭജിച്ചതാണ്. 2 അല്ല, 1 തന്നെയാണ്. 2ആയി വിഭജിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എങ്ങാണ്ട്. അപ്പോൾ അത് കൂടി പോവും. നടുവ് കൂടി പിന്നെ വെള്ളമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ അത് ഞങ്ങൾ അടുത്ത പുഴയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ വെള്ളം ചൂട്, ആ വെള്ളം തണുപ്പ്, ഈ വെള്ളം ചൂട്. ഇത് മീൻകുട്ടികളല്ലോ തോന്നുന്നു, തവളക്കുട്ടികളാണ് തോന്നുന്നത്. എഴുത്തച്ഛന്മാരും ഉണ്ടച്ചോ. ഇതാ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടക്കുന്നു. അങ്ങനെ നമ്മൾ ഈ 2ാമത്തെ പുഴയും കടന്നു. ഇനി അങ്ങോട്ട് മെയിൻ റോഡാണ് കേട്ടോ. മെയിൻ റോഡ് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള വീട്ടിലേക്കുള്ള ടാർ റോഡ്. ഞാൻ മെയിൻ റോഡ് ഉദ്ദേശിച്ചത് ടാർ റോഡാണ്. പുഴ കടന്നിട്ട് നേരെ നമ്മൾ ഈ ടാർ റോഡിലേക്കാണ് എത്തുക. അപ്പോൾ അത് കൂടി അങ്ങനെ പോയി നോക്കാം.
ഒക്കെ പറഞ്ഞു കേട്ട അറിവുകളിലാണ് നമ്മൾ ഈ വരുന്നതൊക്കെ കേട്ടാ. ഇവിടെ ഒരു എന്താ അത് ജനകീയാസൂത്രണം ചെമ്പുവട്ടക്കാട് കുടിവെള്ള പദ്ധതി ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പമ്പ് ഹൗസ് ആണെന്ന് മനസ്സിലായി. അവിടെ തടയണയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മോളിക്കൊരു റോഡ് അതിൽ കൂടി നമുക്ക് പോകണം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ഷെഡ് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഫെൻസിങ് ഇട്ടിരിക്കുക കേട്ടോ. ആനയ്ക്കുള്ളതാണ് ഇട്ടിക്കുന്നത്. ആനയും പന്നിയും ഇവിടെ കരടിയും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. പുലിയും ഉണ്ട് ഇത്ര. എനിക്ക് കിതയ്ക്കണു. നല്ല കുത്തനുള്ള കയറ്റാണ് കയറുന്നത് അതുകൊണ്ട്. പിന്നെ പനി പിടിച്ചപ്പോൾ മാറിയതുമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കിതപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും. അയ്യോ കയറി ഇങ്ങെത്തി. ഇനി വീടുകളുടെ തുടക്കമാണ് ഇവിടുന്ന്. നമ്മളിപ്പോൾ വന്നിടത്തൊന്നും വീടുകളില്ല. ഓ അത് കയറിയപ്പോൾ എനിക്ക് ദാഹിക്കണം. അവന്മാരെ തുപ്പലിറക്കിക്കോ തൽക്കാലം. ഇങ്ങനെ ദാഹം ഇതുപോലെ കിതപ്പും ദാഹമൊക്കെ ആയപ്പോൾ ഞാൻ ഷുഗർ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഷുഗറൊന്നും ഇല്ല കേട്ടാ. പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്നറിയില്ല. ഒരു നല്ല പീരിയുള്ള മയിൽക്കൂട്ടം നടന്നു വരുന്നുണ്ട്. അതാ അവൻ അധികം കയറിയല്ല. നമ്മൾ അവനകത്ത് കൂടി കയറിപ്പോയി. നീ കാണൂല. ആ അതാ പോണവേ മുകളിൽ കയറി നിൽക്കണോ? ഇത് കാണോ? ഏതേ കാണില്ല. വീഡിയോയിൽ കാണില്ല. ആ ഉണ്ട് ഉണ്ട്. ഇതാ അവിടെ കാണുന്നുണ്ട്. പക്ഷെ മനസ്സിലാവണില്ല. അതെ അതന്നെ ഇതാ ചെറിയ സ്വിമ്മിങ്ങിൽ കണ്ടു. കുറച്ച് കണ്ട് മേലെ വന്നാൽ 2 വഴി പിരിയുന്നുണ്ട് കേട്ടോ. ഒരു സിമൻ്റ് ഇട്ട റോഡിൽ റൈറ്റിക്കും പിന്നെ ഒരു മണ്ണ് റോഡ് ലെഫ്റ്റിക്കും. അവിടെ അങ്ങനെ ഒരു വീട് കാണുന്നുണ്ട്. അതായത് ലെഫ്റ്റിൽ ഒരു വീട് കാണുന്നുണ്ട്. കുറച്ചധികം വീടുകൾ കാണുന്നത് റൈറ്റിക്കാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, റൈറ്റിലേക്ക് പോവാം. ഇത് കുറച്ചധികം ഉള്ളിലേക്കാട്ടോ. അങ്ങോട്ട് ബസ് സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നടന്ന് വേണം അങ്ങോട്ട് മെയിൻ റോഡിലേക്കൊക്കെ പോവാൻ. അപ്പോൾ അതെ ആദ്യത്തെ വീട്, ഈ റൈറ്റിക്കുള്ള ആദ്യത്തെ വീട് ഇതാണ്. ഞാൻ മയിൽക്കൂട്ടൻ നിൽക്കണമെന്ന് പറഞ്ഞത്. ഇവർ റോട്ടിൽ കൂടി നടന്നു വരികയായിരുന്നു. നമ്മളെ കണ്ടപ്പോൾ ഈ വഴി കൂടി അങ്ങ് കയറിപ്പോയി. നമുക്ക് ഈ വഴി കൂടി കുറേ ദൂരം അങ്ങ് പോയി നോക്കാം. അത് 2ാമത്തെ വീട്. പിന്നെ 3ാമത്തെ വീട്. പിന്നെ കുഞ്ഞ് ഷെഡൊക്കെ കാണുന്നു. സൂര്യൻ അതാ അവിടെ അസ്തമിച്ചു. ആ ചുവപ്പ് കളറ് കാണുന്നിടത്ത്. അപ്പം നമ്മൾ കണ്ടപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു വീട്ടിൽ നല്ലൊരു വീട് കേട്ടോ. അപ്പോൾ ആ വീട്ടിലത്തെ ഒരു നമ്മളെ ബാബാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങോട്ടൊന്നുമില്ലാതെ കയറി ചെല്ലുന്നുണ്ട്. നമുക്ക് പരിചയമൊന്നുമില്ല കേട്ടോ. അവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണേ. അവിടെ മേലെയൊക്കെ ചില സമയത്തൊക്കെ ആനയൊക്കെ കാണാമെന്ന് പറയാറുണ്ടായിരുന്നു. അന്നൊരു ദിവസം ഞങ്ങൾ ഇവിടെ വെറുതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞായിരുന്നു വീഡിയോ എടുക്കാം. പുളി വാളംപുളി കുരു കളയണം. പുളിങ്കുരു വാങ്ങിയതാ ഉള്ളതാ. മകൻ. അപ്പം അവരെ കൂടെ ഒരു കുഞ്ഞാവുണ്ട്. അപ്പം കുഞ്ഞാവേനെ ഞാൻ കണ്ടില്ല കേട്ടോ. ആച്ചാച്ചൻ്റെ പുറകിലാണ് അവ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാത കുത്തിയിട്ടുണ്ടല്ലോ. എന്താ സൈക്കിളോ ഉണ്ട്. അപ്പം അവനെയും കൂടി വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ഇതേ നമ്മളെ വീഡിയോയിൽ ആൺകുട്ടിയല്ലേ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ സൈക്കിളൊക്കെ തിരിപ്പിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട് അല്ലേ. ഹായ് 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 ഹായ്. അങ്ങ് വെറുതെ നടക്കാൻ വന്നേ. നമ്മൾ കയറിയ വീട്ടുകാരുടെ കൃഷിയാണ് കേട്ടോ ഈ കാണുന്നത്. വാഴ, തെങ്ങ്, ചീര. പിന്നെ അതേ നടുവ് കൂടി ഒരു വഴി കണ്ടോ, വാഴത്തോട്ടത്തിൻ്റെ നടുവ് കൂടി ഒരു വഴി. അവിടെ തൊഴുത്താണ്, പശുത്തൊഴുത്ത്. അപ്പോൾ അതേ അവരുടെ കൃഷി നല്ല രസമല്ലേ കാണാൻ. കാഴ്ച സൂപ്പറല്ലേ, അടിപൊളി കാഴ്ച. അപ്പോൾ അതേ നമുക്ക് പശുത്തൊഴുത്തിൽ വെറുതെ ഒന്ന് പോയി വെക്കാം. നമുക്ക് എന്തായാലും ഈ ഉന്നത നിവാസികളുടെ ജീവിത രീതികളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതേ പശു എനിക്ക് അടുത്ത് പോകാൻ പേടിയാണ്. അപ്പോൾ ഇതാ
അയ്യോടാ ഒരു കുഞ്ഞു പശുത്തൊഴുത്ത് ഇവിടെ വന്നാ കച്ച്. കുഞ്ഞു പശുത്തൊഴുത്ത് ക്യൂട്ടായിട്ടൊരു മൂരിക്കുട്ടി. കൊമ്പിൽ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ലോൺ എടുത്തതായിരിക്കും അവര്. ലോണ് ഒരു പശു അത് അപ്പുറം കിടക്കണം. പിന്നെ ഈ വാഴത്തോട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ വേറെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. അവർ കപ്പ കൃഷി കാണുന്നു. ഇതുണ്ട കപ്പ. ഇതാണ് നമ്മൾ കണ്ട ആദ്യത്തെ വീട്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ വീട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഇറങ്ങിയിട്ട് ആ വഴി കൂടി അങ്ങ് പോയി നോക്കാം. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇതെങ്ങനത്തെ കുഞ്ഞു വഴി കൂടിയാണ് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വന്നാലും ഇത് കൂടിയാണ് പോവുക. പിന്നെ ഒരു വീട് ഞങ്ങൾ മുകളിൽ കണ്ടു. അതെന്താണെന്ന് നോക്കട്ടെ. ഇതേ മുകളിൽ കാണും, അതാണ് വീട്. അച്ചു, ആ വീടായിരിക്കോ ഷെഡായിരിക്കോ? വീടായിരിക്കില്ലേ? പോയി നോക്കിയാലോ. എന്നിട്ട് കുടിവെള്ള പൈപ്പൊക്കെ അത് കൂടി ഇട്ടത് കാണുന്നുണ്ട്. പിന്നെയുള്ള വീടുകൾ അതേ ഒരു മഞ്ഞ നെറ്റൊക്കെ വിരിച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറമാണ് പിന്നെയുള്ള വീടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതാ ഇത് കൂടിയാണ് ഈ വീട്ടിലേക്ക് കയറി പോകേണ്ടത് കേട്ടാ. ഇതേണ്ട ഞങ്ങളൊന്ന് കയറിപ്പോയി നോക്കട്ടെ. അവരിങ്ങനെ കൈവരിയും വേലി പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. വീടാണോ ഷെഡാണോ എന്ന് മേലെ ഒന്ന് കയറിപ്പോയി നോക്കാം. നോക്കിയാലോ നമുക്ക്? ഒന്ന് കയറിക്കോ, പോയി നോക്കാം. ഇങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ ഒരു ബിൽഡിങ് കണ്ടേ. നമുക്ക് കയറേണ്ടത് ഇതേ അങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിങ് കണ്ടു. ഇതെന്തായിരുന്നു? BRGF. ചെമ്പുവട്ടക്കാട് അംഗൻവാടി. അംഗൻവാടി എന്ന് ഇവിടെ ഇത് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതല്ല അംഗൻവാടി എന്ന് പറയണു കേട്ടോ. അതിൻ്റെ അപ്പുറത്തെങ്ങാണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവനപ്പോൾ ഈ കുത്തനെയുള്ള കയറ്റം കയറാൻ കിട്ടുന്നില്ല. അപ്പോൾ അതിനിങ്ങനെ കൈ പിടിച്ച് ഒന്നിങ്ങനെ ഒരു ടച്ചിങ് കിട്ടിയാൽ മതി, അവനങ്ങ് കയറിക്കോളും. ഞാൻ പിന്നെ കയറും, എനിക്ക് ഇറങ്ങുമ്പോഴാണ് പാട്. എനിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പാടാ. പോയേക്കാം. ഇവിടെ ഇതാ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എവിടെ? വീട്ടിൽ ആളുണ്ട്. അപ്പം അത് വീട് തന്നെ. കോഴീനെയൊക്കെ കണ്ട് അങ്ങനെ പോയി നോക്കട്ടെ. ഞാനിതാ ഈ കമ്പിയല്ല അലക് വെച്ചത് പിടിച്ചിട്ടാണ്. അയ്യോ കയറിയിട്ടുണ്ട്. നമ്മൾ കുറേ ഉയരത്തിലെത്തി. കണ്ട എൻ്റെ പുറകിൽ. അയ്യോ രണ്ട് സൈഡും ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം ഇവിടെ സ്ഥലം ഞാൻ വാങ്ങിയേനെ. അയ്യോ കുഞ്ഞു പോകാൻ പറ്റില്ല. വെറുതെ അവരെ പരിചയപ്പെടാൻ പോകാൻ. ദേഷ്യപ്പെടും എന്തോ അറിയില്ല. പോയി നോക്കാം. ഇത് വീടാണ് കേട്ടോ. അടിപൊളി സൂപ്പറാണ്, സൂപ്പർ. ഇതുവരെ സ്ഥലം പുതൂര്. അപ്പോൾ ഇവിടെ കയറി അടിപൊളി. അപ്പോൾ ഒരു പാത്രം കഴിക്കാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കും. നോക്ക്, ഇത് കയറിപ്പോണ വഴിയിൽ പാത്രം കഴിക്കുന്ന സ്ഥലം. അവിടെ ഒരു ഓവ് വെച്ചിട്ടുണ്ട്. അത് കൂടി വെള്ളം അങ്ങ് പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ. ഇത് കോഴിക്കോടാക്കാ. ഇത് കോഴിക്കോടാ. ഇത് കോഴിക്കോട്. പിന്നെ വെള്ളം വന്നാൽ ടാങ്കിലൊക്കെ പിടിച്ച് വെക്കണം അല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി വീട്, നല്ല രസമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വീട്ടുടമ അക്ക മോള. അപ്പം ഇത് കാട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിർത്തുമോ? എന്ത് രസമാണ് കാണാൻ. അപ്പം ഏതാ തോട്ടം? അതോ ഇതാ അതിന് വേണ്ടിയിട്ട്. അത് ഇവരുടെ വീടായിട്ടല്ല, ഇവരുടെ തന്നെ അവരുടെ തോട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട്, അതായത് ഈ കാട് ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയൊരു കുഞ്ഞു വീട്, തൽക്കാലത്തിന് ഉണ്ടാക്കിയ വീടാണെന്നാണ് പറഞ്ഞത്. അതന്നെ. അപ്പോൾ ഇതാ അത് ഒരു അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി അടുക്കള. നല്ല രസമുണ്ട് മാ. അത് അടുക്കള. പിന്നെ ഏതാണ്ട് വീട് ആയി നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചുമരിന് പകരം എന്താ അലക് വെച്ചടിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞ് വാതിൽ. അപ്പം രാത്രി പോവോ? ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ ആനയൊക്കെ വരും അല്ലേ? നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അന്നൊരു ദിവസം ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെന്താന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ചോറ് വെക്കണ്ടേ? ഇനി കറി വെക്കണം.
വേണ്ട ആന വരുമെന്ന് പറഞ്ഞേ കേട്ടില്ല ആ അമ്മ. അപ്പോൾ വരുന്നതിന് ഒരു അത്ഭുതവും ഇല്ല. അവർ മലയിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ കൊത്തിപ്പിടിച്ച് കയറി. ഞാൻ നല്ലോണം വേർത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണിച്ചു തരാം. നല്ല ഭംഗി. നമുക്കും ഇവിടെയൊക്കെ നിൽക്കാൻ തോന്നും കേട്ടോ. ഇതൊക്കെ കണ്ടാൽ നമുക്ക് ഇത്ര പോകുന്ന വീട് മതിയായിരുന്നല്ലേ. മാളം ഈ ഇതിൻ്റെ പൊത്ത് ഓരോ മാളങ്ങളൊക്കെ കാണുന്നുണ്ട്. ചുമരിലല്ല മണ്ണിൽ. ഇപ്പം ഇവിടുന്ന് നോക്കിയാലുള്ള താഴേക്കുള്ളൊരു കാഴ്ചയാണ് ഇത്. വേണ്ട കൃഷികൾ ഇതൊന്നും വരണ്ട അല്ല കേട്ടാ. ഇത് വേറെ ആൾക്കാരാണ്. പിന്നെ മല ഒക്കെ കാണുന്നുണ്ട്. ഇതാ അത് നമുക്കറിയില്ല. തമിഴ്നാടാണ് അറിയില്ല. ഞങ്ങളിത് കണ്ടപ്പോൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പോട്ടെ, ഞാൻ നിങ്ങൾ പിന്നെ വരുമ്പോൾ വരാം. ഇവിടെ ആളുണ്ടോ ഇല്ലേ, ഷെഡാണോ വീടാണോ ഒന്നും അറിയാതെ കയറിയത്. വീട് എവിടെ അപ്പം? ഇവിടുന്ന് അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോകണം. ശരി. പിന്നെ വരണ്ട് കേട്ടാ. ശരി. അപ്പം അമ്മേനോട് നമ്മൾ വയ്യൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇത് എന്താണ് ഏതാണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങോട്ട് കയറിയതായിരുന്നു കേട്ടാ. ഇനി ഇറങ്ങുന്നത് ഒരു റിസ്ക്കാണ്, കുത്തനെയാണ്. പിടിച്ചിറങ്ങച്ചു. പിന്നെ താഴെ എത്തിയിട്ട് വീഡിയോ കാണിക്കാം. അവൻ ഇറങ്ങുന്നത് കാണിച്ചു തരാം കേട്ടോ. അവൻ ഇറങ്ങിപ്പോണു നമുക്ക്. ആഹാ, ഇതേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അവസാനത്തെ സ്റ്റെപ്പിൽ നിന്ന് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണേ. ചാടി തുള്ളി പണ്ടത്തെ പോലെ ഓടാനൊന്നും വയ്യ, പക്ഷേ ഇറങ്ങി. ഇനി നമ്മൾ പോണത് നേരെ മുന്നിലേക്ക് ആ വഴി കൂടി ഇങ്ങനെ പോയി നോക്കാട്ടാ. അപ്പോൾ അവിടെ കുറച്ച് വീടുകളുണ്ട്. അതും കൂടി എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോരാം. കാടിൻ്റെ ഉള്ളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. നിറയെ കൃഷികളൊക്കെ ഉണ്ട്. ഈ വന്യമൃഗങ്ങളുടെ ഇടയിലാണ് ഇവർ കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് കവുങ്ങ്, പിന്നെ അപ്പുറത്ത് പൂള. നമ്മുടെ നാട്ടിൽ പൂള പറയും. ചിലരുടെ അടുത്ത് കപ്പ, മരച്ചീനി, ആ സാധനം. അതേണ്ട, ചെറിയ തൈകളാണ്, ആവണേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. നേരെ ഇരുത്തി തുടങ്ങി. പല കിളികളും കൂടാണയാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങിങ്ങായി പറന്നൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ കാണണ്ടോന്നറിയില്ല. ഒക്കെ കുഞ്ഞു പക്ഷികൾ മലഞ്ചെരുവിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറെ ഏതൊക്കെയോ കിളികളുടെ കിക്കി എന്നുള്ള സൗണ്ടും കേൾക്കാം. സന്ധ്യാനേരം നല്ല രസം. പിന്നെ നമ്മൾ കുറച്ച് ദൂരം അങ്ങോട്ട് പോന്നിട്ട് വേറൊരു വീടുകളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. ഈ വീടുകൾ കഴിഞ്ഞിട്ട് അപ്പുറം കുറച്ച് വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണിക്കും. ഈ വീടുകൾ ഞാൻ ഇവിടെ നിന്ന് തന്നെ കാണിച്ചിട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു വീട്ടിൽ ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാട്ട് ഇതിൽ വന്ന കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്തുണ്ടാക്കാൻ മടിയാണ്, എനിക്ക് വയ്യ. അതുകൊണ്ട് ഈ വീടുകൾ വെറുതെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ അടുത്ത ഒരു സെക്ഷൻ ആണിത്. പിന്നെ അതിൻ്റെ അപ്പുറമുള്ളത് കാണിച്ചു തരാം കേട്ടോ. ആ ഒരു സെക്ഷൻ വീടുകൾ പറഞ്ഞില്ലേ, അതിൻ്റെ പുറകിലെത്തിയപ്പോൾ ഞാൻ, അതായത് അവർ പാട്ട് വെച്ചതും കൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് ലെഫ്റ്റിക്ക് കണ്ട ഒരു ചെറിയ വഴി. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് അംഗൻവാടി. അവിടെ നിന്ന് കണ്ടതല്ല കേട്ടോ അംഗൻവാടി. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ചെമ്പുവട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് അംഗൻവാടി. ഇത് കണ്ട ICDS അട്ടപ്പാടി ചെമ്പുവട്ടക്കാട് എന്ന് എഴുതിയിട്ടുണ്ട് അംഗൻവാടി. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അംഗൻവാടി. നല്ല അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ വീടുകളൊക്കെയാണ് ഇഷ്ടം. വെറുതെ നമ്മൾ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിന്നു. ഇത്ര പോകുന്ന വീടൊക്കെ മതിയിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാമെന്ന് അട്ടപ്പാടിക്കാർ നമുക്ക് മനസ്സിലാക്കി തന്നതാണ്. നമ്മളെപ്പോലെ സിമ്പിളായി ജീവിക്കുന്നവർക്കൊക്കെ ഇത് മതി. നമ്മൾ ഇങ്ങനത്തെ വീട്ടിലാണെങ്കിലും നമ്മൾ സമാധാനം മാത്രം ഉണ്ടായാൽ മതി. ഞാൻ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷേ ഞാനവിടെ വലിയ വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് കടത്തിൽ മുങ്ങി നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഒരു തൊഴുത്ത് പോലെയുള്ള ഭാഗമാണിത്. വെറുതെ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയതാട്ടാ. പണ്ടത്തെ ഒരു വീടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് കയറി നോക്കിയതാണ്. ഇത് പണ്ടത്തെ തൊഴുത്തായിരിക്കും, വീടല്ലേ. പിന്നെ പറഞ്ഞാൽ അവിടുത്തെ കാഴ്ച ഒരു മലഞ്ചെരിവാണ്. ഇത് കണ്ട, ഇത് കൂടെയൊക്കെ ആന പോവാറുണ്ട്. ഇത്ര പുലി, കരടി എല്ലാം ഉണ്ടാവാറുണ്ട്. ഇത്ര അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഫെൻസിങ് ഒന്നുമില്ല. ഇതിൻ്റെ ഈ ടോപ്പിൽ ഇപ്പോഴും ആന ഉണ്ട് എന്നാണ് താഴത്തെ വീട്ടിലത്തെ അവർ പറഞ്ഞത്. ഇതുണ്ട്, അതാണ് മലയുടെ ടോപ്പ്.
പക്ഷേ അങ്ങോട്ട് താഴത്തേക്ക് അങ്ങനെ ഇറങ്ങാറില്ല, കാരണം മനുഷ്യൻ്റെ സാന്നിധ്യം ഉള്ളതല്ലേ. പിന്നെ ചെമ്പുവട്ടക്കാട്. ഇനി അവിടെ കുറച്ചപ്പുറത്ത് കുറച്ച് വീടുകളുണ്ട് കേട്ടോ. ഇതവരുടെ പണ്ടത്തെ ബാത്റൂം ആയിരിക്കണം പൊളിഞ്ഞ് വീണത്, ഈ വീടിൻ്റെ ആയിരിക്കണം അല്ലേ അച്ഛൻ? നമുക്കത് പറഞ്ഞു തരാനൊന്നും കൂടെ ആരുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുകയല്ലേ. ഞാൻ അവിടെ തൊട്ടപ്പുറത്ത് കുറച്ച് വീടുകളും കൂടി ഉണ്ട്, അതും കൂടി എന്താണെന്ന് പോയി നോക്കിയിട്ട് നമുക്ക് വരാട്ടോ. ആ അംഗൻവാടിയുടെ അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് ഒരു നീളം ഇങ്ങോട്ട് വന്നിട്ടുള്ള വീടുകളാണ് കേട്ടോ ഇത്. പക്ഷേ ഇതെല്ലാം കൂടി ഒരു ഉന്നതിയിൽ പെടും. അന്നൊരു ദിവസം ഞങ്ങളിവിടെ വെറുതെ വന്നിട്ടുണ്ടായിരുന്നു, ഇതിലും വൈകിട്ടാണ് വന്നത്, അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുഞ്ഞാവേനെ വെറുതെ പറ്റിക്കച്ചത് കണ്ടോ. ഇതാണ് ഇവിടുത്തെ കുറച്ച് വീടുകൾ കേട്ടോ. അവിടുത്തെ വീടുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഒരു സൈഡിൽ നിന്നേ കാണിക്കാൻ പറ്റിയുള്ളൂ, കാരണം അവിടെ പാട്ട് വെച്ചതും കൊണ്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ഇനി ഒരു ലാസ്റ്റ് വീട് അവിടെ കണ്ട് അതും കൂടി നോക്കാം നമുക്ക്. ഇത് അവസാന വീടല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ വീട് ഇതാണെന്ന് ഞാൻ അത് വീടല്ലേ? ആണോ? ആണ്. ഡ്രസ്സൊക്കെ തോരിയിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഒരു വഴി കാണുന്നുണ്ട്. അപ്പോൾ അത് കൂടിയാണ് അവസാനത്തെ വീട് എന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ എത്തിയിരിക്കുക. നമ്മൾ ഇനി അപ്പുറത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം സമയം നല്ലോണം വൈകിയിട്ടുണ്ട്. ഇനി വല്ല ആനയും വന്നാൽ രക്ഷിക്കാൻ ആരുമില്ല. തിരിച്ച് പോകും വേണ്ടേ, ഇത്രയും ദൂരം തിരിച്ചങ്ങോട്ട് തന്നെ പോകും വേണമല്ലോ. ഇത് ആട്ടുംകൂടാട്ടോ, ഒരാട്ടുംകൂട്ടി അത് ചാടിത്തുള്ളി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. മോളിക്കൊക്കെ നല്ല വഴി കാണുന്നുണ്ട്. നല്ല അടിപൊളി റോഡ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതന്നെ താഴെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് റോഡ് വരുന്നുണ്ടെന്ന്. ആ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് കൂടി റോഡ് വന്നാൽ ഇത് കൂടി വഴിയായി. അയ്യോ, ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചത് ഒരു പാറക്കെട്ടിൽ എത്തിയിരിക്കുകയാണ്. ആ പാറക്കെട്ടിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ അച്ചൂട്ടി ഇതാ ക്ഷീണിച്ചിട്ട് അവിടെ ചാരിയിരിക്കണു. ശരിക്കും ഇരിക്കുകയല്ല, വിലയൊക്കെ നോക്കിയത് ആനയോ പന്നിയോ പുലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇടിച്ച് പരത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഉന്നതിയിലെ കൊമ്പ്. കാട്ടിൽ വന്നായി എന്നെ പേടിപ്പിക്കും, കൊമ്പ് പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാഴ്ചകളൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും പരമാവധി ഇവരുടെ ചെറിയ ചെറിയ ജീവിത രീതികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. ബൈ.